മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മായാദേവി എഴുതിയ പൊന്നുരുകും പൂക്കാലം, അദ്ധ്യായം 8. ഷെഡിലേക്ക് ഉദയൻ കാർ കയറ്റിയിട്ടു. സീറ്റിൽ കിടന്ന സെല്ലെടുത്ത് ലാലിച്ചൻ്റെ നമ്പറിലേക്ക് അയാൾ വിളിച്ചു. സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു എന്ന അറിയിപ്പ് വീണ്ടും കേട്ടു. അയാൾ അത് അവളോട് പറഞ്ഞോ ഇല്ലയോ എന്ന ആശങ്കയിലായിരുന്നു ഉദയൻ. ഡോർ തുറന്നിറങ്ങിയപ്പോൾ സീതാരാമൻ ഒരു നീളൻ വടി കുത്തി കമ്പിളിയും മൂടി പുതച്ച് ഓടി വന്നു. ലാലിച്ചൻ എപ്പോഴാ പോയത്? പോയി ரொம்ப നേരമാച്ച്. ഉദയൻ ബംഗ്ലാവിന് നേരെ നടന്നു. വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്തു. കിച്ചണിലേക്കൊന്ന് എത്തി നോക്കി. പ്ലേറ്റുകൾ അടുക്കി വച്ചിരിക്കുന്നത് അയാൾ കണ്ടു. അവൾ കിച്ചണിൽ കയറിയെന്ന് അയാൾക്കുറപ്പായി. ഉദയൻ സ്റ്റെയർ കേസ് കയറി മുകളിൽ ചെന്നപ്പോൾ കസേരയിൽ കണ്ണുകളടച്ച് അഞ്ജലി ഇരിപ്പുണ്ട്. അവൾ ഉറങ്ങിയെന്ന് അയാൾക്ക് തോന്നി. അഞ്ജലി, അയാൾ വിളിച്ചു. അവൾ കണ്ണു തുറന്നു. നല്ല തണുപ്പല്ലേ, എന്താ സ്വെറ്റർ എടുക്കാതിരുന്നത്? ഉദയനെതിരെ ഇരുന്നു. തണുപ്പുള്ളവർക്കല്ലേ കമ്പിളി കുപ്പായത്തിൻ്റെ ആവശ്യമുള്ളൂ. അവളുടെ സ്വരം അയാൾക്ക് അപരിചിതമായി തോന്നി. ലാലിച്ചൻ വന്നിരുന്നില്ലേ? അവളുടെ നോട്ടം അയാളുടെ നേരെ നിന്നു. ആ കണ്ണുകളിലെ കനൽ അയാൾ കണ്ടു. അയാൾക്ക് പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? എൻ്റെ ഗർഭപാത്രത്തിന് 20 ലക്ഷമാണ് അയാൾ അഡ്വാൻസ് തന്നിരിക്കുന്നത്. ഉദയൻ കത്തിയെരിഞ്ഞുപോയി. ലാലിച്ചൻ തുറന്നടിച്ചിരിക്കുന്നു. എൻ്റെ ശരീരം മോഹിച്ചാണ് അയാൾ വന്നതെന്നാണ് ഞാൻ കരുതിയത്. നിങ്ങളെക്കാൾ മാന്യതയും അന്തസ്സും അയാൾക്കുണ്ടെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. ഉദയൻ മുഖം താഴ്ത്തി. ഗർഭപാത്രം വാടകയ്ക്ക് കൊടുത്ത സ്ത്രീകളെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. ഗതികേട് കൊണ്ടാണ് അവരത് ചെയ്തു പോയതെന്ന്. ഒന്നുകിൽ രോഗിയായ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി. പട്ടിണിയും ദാരിദ്ര്യവും സഹിക്കവയ്യാതെ ചെയ്തു പോകുന്നവരുമുണ്ട്. അല്ലാതൊരു പെണ്ണും മാതൃത്വത്തെ കച്ചവടത്തിന് വേണ്ടി വയ്ക്കില്ല. സ്വന്തം കിടപ്പാടം രക്ഷിക്കാനും പെങ്ങന്മാരുടെ ഭാവിക്കും വേണ്ടി നിങ്ങളൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലികെട്ടി, അതും മനസ്സറിഞ്ഞ് 10 വർഷകാലം സ്നേഹിച്ച പെണ്ണിനെ. നിങ്ങൾക്കതിന് എങ്ങനെ മനസ്സ് വന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അറപ്പും വെറുപ്പും അവളുടെ സ്വരത്തിൽ ദ്യോതിച്ചു. എന്തും കേൾക്കാനുള്ള മാനസികാവസ്ഥ ഉദയനിലിരുന്നു. നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ എനിക്കൊരു ചതി മണത്തതാ. സതീശൻ ചേട്ടനെ നിങ്ങൾ രംഗത്തിറക്കിയതും അയാൾക്കൊരു ലോറി വാങ്ങാനുള്ള പണം നിങ്ങൾ വാഗ്ദാനം ചെയ്തെന്ന് അന്ന് അപ്പു എന്നോട് പറഞ്ഞതും അമ്മയെ തൃപ്തിപ്പെടുത്താനാണ് 25 പവൻ വാങ്ങിയതെന്ന് ഞാൻ വിശ്വസിച്ചു. ആ പൊന്നു മുഴുവനും അവിടെ ഏൽപ്പിച്ചതും അതുകൊണ്ടാ. അയാളൊരു പൊട്ടിത്തെറി പ്രതീക്ഷയെങ്കിലും അതുണ്ടായില്ല. പകരം അവൾ ഉപയോഗിക്കുന്നത് ഇരുതല മൂർച്ചയുള്ള വാക്കുകളാണ്. ഇറക്കിയ പണത്തിൻ്റെ കഥകളൊക്കെ ലാലിച്ചൻ പറഞ്ഞു. 10 ലക്ഷം സതീശൻ ചേട്ടനും, കല്യാണ ചെലവിന് 10 ലക്ഷം എനിക്കും. ഈ കച്ചവടത്തിൽ 50 ലക്ഷം നിങ്ങൾക്ക്. അതിനേക്കാൾ കൂടുതൽ വില പേശി വാങ്ങാനുള്ള സാമർഥ്യം നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. അയാളുടെ കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ അനക്കം വെച്ച് തുടങ്ങട്ടെ. 1-ാം തരം കച്ചവടക്കാരനാവും നിങ്ങൾ. നിങ്ങളുടെ തനി നിറം അയാളും അറിയാൻ പോകുന്നതേയുള്ളൂ. ഉദയൻ്റെ കണ്ണീർ നീർക്കണങ്ങൾ ഇരുണ്ടുകൂടി. അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റു. ഒന്നിച്ചൊരു ജീവിതം തുടങ്ങിയിട്ടാണ് നിങ്ങൾ എൻ്റെ മുന്നിൽ ഇങ്ങനെയൊരു ആവശ്യം വച്ചിരുന്നെങ്കിൽ ഗതികേട് കൊണ്ട് ഞാൻ 2 വട്ടം ചിന്തിച്ചേനെ. ഓർമ്മ വച്ച നാൾ മുതൽ ഞാൻ കാണുന്നതാണ് നിങ്ങളെ. ആദ്യം ഒരേട്ടനോടുള്ള സ്നേഹമായിരുന്നു. പിന്നെ എപ്പോഴോ അടുപ്പത്തിലേക്ക് വഴുതി മാറി. 10 വർഷം നിങ്ങളെ ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നു. എന്നിട്ടും നിങ്ങൾക്കെന്നെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. മാപ്പ്, എല്ലാത്തിനും മാപ്പ്. തണുത്ത സ്വരത്തിൽ അയാൾ പ്രതികരിച്ചു. നിങ്ങളെന്തിനും മാപ്പ് പറയണം? എനിക്കൊന്നും നഷ്ടമായിട്ടില്ല. നാളെ ഒരു ജീവിതം ഞാൻ മോഹിക്കുന്നുമില്ല. പിന്നെ 20 ലക്ഷത്തിൻ്റെ ബാധ്യത. അതിൽ ലാലിച്ചൻ്റെ 10 ലക്ഷം രൂപ ഞാൻ കൈപ്പറ്റിയതാ. അതുമാത്രമേ എൻ്റെ മുന്നിൽ കടമായിട്ടുള്ളൂ. ഞാൻ കൊണ്ടുവച്ച സ്വർണം തിരികെ എടുക്കാൻ എനിക്കറിയാം. അത് വിറ്റ് ഇനിയുള്ള കാലം എന്ത് പണിയെടുത്തും ലാലിച്ചൻ്റെ കടം ഞാൻ വീട്ടും. നിങ്ങളുടെ മുന്നിൽ ഒന്ന് പൊട്ടിത്തെറിക്കുക പോലും ചെയ്യാതെ ഞാൻ ഇരിക്കുന്നത് ആ ധൈര്യത്തിലാണ്. ഉദയൻ ശിരസനക്കി അത് ശരിവെച്ചു. എനിക്കതറിയാം. നീ ഒന്ന് പൊട്ടിത്തെറിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് നിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. ഞാൻ എൻ്റെ സ്വാർത്ഥത കൊണ്ട് ചെയ്ത ചതി നിനക്കൊരിക്കലും പൊറുക്കാൻ കഴിയില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇനി അവശേഷിക്കുന്നത് നിൻ്റെ ശാപം കൂടിയുള്ളൂ. അവൾ പുച്ഛത്തോടെ ചിരിച്ചു. സെൻറ്റിമെൻസിൻ്റെ കെട്ടഴിക്കുകയാണ്. കഴിഞ്ഞ തവണ ലാലച്ചൻ ഇവിടെ വന്നപ്പോൾ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വേദന അയാൾ എന്നോട് പങ്കുവച്ചു. ചികിത്സ അവസാനിപ്പിച്ച കാര്യം അയാൾ പറഞ്ഞു.
എൻ്റെ അറിവ് വച്ച് മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രം അതിനായി സ്വീകരിച്ചുകൂടെ എന്ന് ഞാൻ ചോദിച്ചു. ആ വഴിക്ക് ചിന്തിച്ചു തുടങ്ങിയ കാര്യം ലാലിച്ചൻ അപ്പോഴാണ് പറയുന്നത്. സത്യത്തിൽ നിന്നെപ്പറ്റി അപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നില്ല. അന്ന് രാത്രി അമ്മ വിളിച്ച് കുറേ ശാപവാക്കുകൾ ചൊരിഞ്ഞു. ഞാൻ അനുഭവിക്കുന്ന വേദന എന്തെന്ന് എൻ്റെ വീട്ടിൽ വന്ന ദിവസം നീ അറിഞ്ഞതല്ലേ? അമ്മയുടെ ഫോൺ വച്ച ശേഷമാണ് നിന്റെ ചിന്ത മനസ്സിലേക്ക് വന്നത്. മുങ്ങിത്താഴുന്നവൻ കയ്യിൽ കിട്ടുന്നത് എന്തും ചുറ്റിപ്പിടിക്കുന്നത് പോലെ. അയാൾ ജനലിന് മുന്നിൽ നിന്ന് തിരിഞ്ഞു. പരാജയപ്പെട്ടവൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ശ്രമം. സ്നേഹിച്ച പെണ്ണിന് ഒരു മനസ്സുണ്ടാവുമെങ്കിൽ എല്ലാത്തിനും പരിഹാരമാവുമെന്ന പ്രതീക്ഷ. വിവാഹത്തിന് മുമ്പ് എന്തുകൊണ്ട് നിങ്ങളിത് പറഞ്ഞില്ല? അതായിരുന്നില്ലേ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? ഞാനൊരു പെണ്ണാണെന്നും എനിക്കൊരു മനസ്സുണ്ടെന്നും നിങ്ങൾ അംഗീകരിച്ചില്ല. ഭാര്യയായി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നതെന്തും ഞാൻ അനുസരിക്കുമെന്ന് കണക്കുകൂട്ടി. അവൾ കത്തിജ്വലിച്ചുകൊണ്ട് എഴുന്നേറ്റു. അതൊരു പ്രതീക്ഷ മാത്രമായിരുന്നു. വിവാഹത്തിന് മുമ്പ് ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ അഞ്ജലി അതിനെ സമ്മതിക്കില്ലായിരുന്നു. അവിടെ തീരും നിനക്കെന്നോടുള്ള സ്നേഹം. പിന്നെ നിന്റെ മനസ്സിൽ എനിക്ക് സ്ഥാനമുണ്ടാവില്ല. മറ്റൊരു വിവാഹത്തിന് വാശിയുടെ പേരിലായാൽ പോലും നീ തയ്യാറാവില്ല. എൻ്റെ ദുരന്തം നിന്റെ മുന്നിലുണ്ടാവും. ഇതൊരു ഭാഗ്യപരീക്ഷണമായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. കാര്യങ്ങൾ സാവകാശം അഞ്ജലിയോട് സംസാരിക്കാമെന്നാണ് ഞാൻ കരുതിയത്. സമ്മതമല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കാൻ തയ്യാറാവില്ല. എൻ്റെ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞു വെച്ച് ജീവിതത്തിലേക്ക് വന്നതല്ലേ. വരാൻ പോകുന്നതൊക്കെ ഒന്നിച്ചനുഭവിക്കാം. അത്രയും ഞാൻ കരുതിയിട്ടുള്ളൂ. പക്ഷേ ലാലിച്ചൻ്റെ ഇടപെടലുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അയാളുടെ വാക്കുകൾ അവൾ പരിഹസിച്ചു തള്ളി. ഈ പറഞ്ഞതിനൊക്കെ മാന്യതയുണ്ട്. പക്ഷെ നിങ്ങൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ വാരിക്കുഴിയോ? ഇവിടെ എത്തിയാൽ ഞാൻ തിരിച്ചു പോകരുത്, അതായിരുന്നു നിങ്ങൾ മുന്നിൽ കണ്ടത്. അങ്ങനൊരു വാരിക്കുഴി നിനക്കായി ഉണ്ടാക്കിയത് ഞാനല്ല, നിന്റെ അച്ഛനും സതീഷിനുമാ. അഞ്ജലി വെട്ടിത്തിരിഞ്ഞു. പച്ചക്കള്ളം. അയാൾ കൂട്ടുനിൽക്കും. പക്ഷേ എൻ്റെ അച്ഛൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. ഞാനൊരു കള്ളം പറഞ്ഞിട്ട് എന്ത് നേടാനാ? അഞ്ജലിക്ക് അച്ഛനോട് ചോദിക്കാവുന്നതേയുള്ളൂ. അയാളുടെ മുഖത്ത് നിന്ന് അവൾ കണ്ണെടുത്തില്ല. നിന്നോട് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. പക്ഷേ സതീഷിനും അച്ഛനും സത്യം അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സതീഷിനെയും അനിതയെയും വിളിച്ചു വരുത്തിയിട്ടാണ് ഞാൻ നിന്റെ വീട്ടിൽ ചെന്നത്. അവർ തന്നെ നിന്റെ അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഒരു കുഞ്ഞിനെ പ്രസവിച്ചു നൽകുന്നത് പാപമല്ലെന്ന് നിന്റെ അച്ഛന് മനസ്സിലായി. രക്ഷപ്പെടുന്നത് 2 കുടുംബമാണ്. അതിനേക്കാൾ ഉപരി മറ്റൊന്നുകൂടി നിന്റെ അച്ഛൻ ചിന്തിച്ചു. നീ മറ്റൊരാൾക്ക് മുന്നിൽ തല നീട്ടി കൊടുക്കില്ലെന്ന്. നിനക്കൊരു ജീവിതമുണ്ടെങ്കിൽ അതെൻ്റെ കൂടെയാണെന്ന്. ഉദയൻ അഞ്ജലിയെ നോക്കി. അവൾ അമ്പേ തകർന്നു പോയിരുന്നു. ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ മാത്രം എടുത്തുപയോഗിക്കാൻ കരുതി വച്ചിരുന്ന ആയുധമാണ് പുറത്തിറക്കേണ്ടി വന്നത്. അഞ്ജലിക്കിത് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ വിട്ടുകളയാം. അഞ്ജലിയെ ഞാൻ നിർബന്ധിക്കുന്നില്ല. കല്യാണത്തിൻ്റെ പേരിലുള്ള മുഴുവൻ ബാധ്യതകളും ഞാൻ ഏറ്റുകൊള്ളാം. ലാലച്ചൻ്റെ ജോലിയിൽ തുടരാൻ എനിക്ക് കഴിയില്ലെന്ന് മാത്രം. നമുക്കിവിടെ വിട്ടുപോകാം. അഞ്ജലി തീരുമാനിക്ക്. സംസാരം അവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി. ഉദയൻ തിരിഞ്ഞു നടന്നു. അഞ്ജലി മുറിയിലേക്ക് ഓടി വാതിലടച്ചു കുറ്റിയിട്ടു. അവൾ ബെഡിൽ ചെന്ന് വീണു. ഈ ചതിയിൽ അയാൾക്ക് മാത്രമല്ല അച്ഛന് പങ്കുണ്ട്. എല്ലാം ഉള്ളിലടക്കി വെച്ച് തൻ്റെ മുന്നിൽ കല്യാണ ചെലവിനുള്ള പണമില്ലാത്തതിൻ്റെ നിസ്സഹായത പ്രകടിപ്പിക്കുകയായിരുന്നു അച്ഛൻ. ഇത്രയുള്ള ഒരച്ഛന് മകളോടുള്ള സ്നേഹം. തൻ്റെ മാതൃത്വത്തിന് അവർ കൽപ്പിച്ച വില നോട്ടുകെട്ടുകൾ മാത്രമാണ്. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കൈമാറിയാൽ ഇന്ന് നഷ്ടമെന്ന് ചിന്തിക്കുന്ന അച്ഛനും കൂടെപ്പിറപ്പും. അമ്മയാവുന്നതിൻ്റെ ചിന്ത പോലും അവർക്കില്ല. ഇനിയാ സ്വർണം ചോദിച്ച് എങ്ങനെ അയാളുടെ വീട്ടിലേക്ക് ചെല്ലും? അവിടെ നിന്നിറങ്ങാൻ നേരം ആ സ്വർണം മോൾക്കുള്ളതാണെന്ന് സുജിയെ അടക്കി പിടിച്ച് പറഞ്ഞിരുന്നു. കുറുകി കരഞ്ഞുകൊണ്ട് അവൾ തന്നെ നെഞ്ചിലേക്ക് ചേർന്നു. അയാളുടെ കുടില തന്ത്രങ്ങളൊന്നും ആ പാവങ്ങൾക്കറിഞ്ഞിട്ടില്ല. അയാളുടെ ചതിയെപ്പറ്റി അവിടെ ചെന്ന് വിളിച്ചു പറയാൻ എന്നർഹത തനിക്കുണ്ട്? താൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. എല്ലാവരും ചേർന്നുണ്ടായിരുന്ന തൊഴിൽ കൂടി നഷ്ടപ്പെടുത്തി. സ്നേഹിച്ചിരുന്നെന്ന് വിശ്വസിച്ചവൻ വരിഞ്ഞുകെട്ടി ഒരു കുത്തൊഴുക്കിലേക്ക് വലിച്ചെറിഞ്ഞു. ഹൃദയം പൊട്ടിക്കരയാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. രാവിലെ 7 മണിയോടെ ഉദയൻ ഗ്രീൻ കോട്ടേജിലെത്തി. കാറിൽ നിന്നിറങ്ങിയപ്പോൾ കമ്പിളി പുതച്ച് ലാലിച്ചൻ വാതിൽ തുറന്ന് പുറത്തു വന്നു. ഉദയൻ സിറ്റൗട്ടിലേക്ക് കയറി വന്നു. അകത്തേക്ക് വാ. ലാലിച്ചൻ്റെ പിന്നാലെ ഉദയൻ ഹാളിൽ കടന്നു. അവളോട് സംസാരിക്കാൻ മുഖവരിയൊന്നും വേണ്ടി വന്നില്ലല്ലോ. എന്തിനാ ലാലിച്ചൻ ഇന്നലെ അവിടെ ചെന്നത്? ഞാൻ യാചിച്ച് പറഞ്ഞതല്ലേ രണ്ടാമതൊരാൾ അല്ല അവളോടത് സംസാരിക്കേണ്ടതെന്ന്. അതിനുത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
എനിക്കറിയേണ്ടത് അവളുടെ തീരുമാനമാണ്. അത് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ ഒരുക്കമല്ല. നിനക്കത് അവളോട് പറയാൻ എത്രയോ സമയമുണ്ടായിരുന്നു. നീ അത് ചെയ്തില്ല. ഞാൻ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന പെണ്ണവൾ. എൻ്റെ ഗതികേട് കൊണ്ട് ഒരു സഹായം എന്ന നിലയ്ക്ക് അവൾ അതിന് സമ്മതിക്കുമെന്നാണ് ഞാൻ കണക്ക് കൂട്ടിയത്. കിച്ചണിൽ നിന്ന് സെലീന ഹാളിലേക്ക് വന്നപ്പോൾ ഉദയൻ സംസാരം നിർത്തി. സെലീനയോട് എനിക്ക് പറയേണ്ടി വന്നു. ഉദയൻ്റെ പരിങ്ങൾ കണ്ട് ലാലച്ചൻ പറഞ്ഞു. അഞ്ജലി എന്നാ പറഞ്ഞു? ഇന്നലെ എനിക്കത് ഉറങ്ങാനേ കഴിഞ്ഞില്ല. സെലീന തിടുക്കപ്പെട്ടു. പെട്ടെന്നൊരു സമ്മതം പറയാൻ പറ്റുന്ന കാര്യമാണോ? അങ്ങനെയൊരു ഷോക്കിലേക്കാണ് ലാലച്ചൻ കൊടുത്തത്. മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തു വച്ചിരുന്നു. വാടകയ്ക്കൊരു ഗർഭപാത്രം എന്ന ഒറ്റ വാക്കിൽ ലാലച്ചൻ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. താൻ ചെയ്തത് ശരിയെന്ന മട്ടിൽ ലാലച്ചൻ ഇരുന്നു. അവൾ വിസമ്മതം പറഞ്ഞു. സെലീനയ്ക്ക് അറിയേണ്ടത് അതായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. സെലീനയുടെ മുഖത്ത് ആശ്വാസം പ്രതിഫലിച്ചു. നീ ഉദ്ദേശിച്ചെടുത്ത കാര്യങ്ങളെത്തും. അവൾക്കതിന് സമ്മതിക്കാതെ വേറെ വഴികളൊന്നുമില്ല. 20 ലക്ഷത്തിൻ്റെ കണക്കൊക്കെ ഞാൻ അവളെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ 1-2 ദിവസം കൂടി എടുത്തോ, കാര്യങ്ങൾ ഈ വഴിക്കായില്ലേ? ശാന്തനായി ലാലച്ചൻ പറഞ്ഞു. എനിക്കും പ്രതീക്ഷയുണ്ട്. എന്നെ മാത്രം പ്രതിഭാഗത്ത് നിർത്താൻ അവൾക്ക് കഴിയില്ല. അവളുടെ അച്ഛനും വിവരങ്ങൾ അറിയാമെന്ന് കേട്ടപ്പോഴാണ് അവൾ ഒച്ചയടക്കിയത്. അഞ്ജലിക്ക് അച്ഛൻ്റെ മുന്നിൽ ചെന്നു നിൽക്കാൻ പറ്റില്ല. ലാലച്ചൻ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. നിന്റെ ആ ബുദ്ധി വിലപ്പോവും. മനസ്സിരുത്തി ഒന്ന് ആലോചിച്ചാൽ ഇതൊരു സൽക്കർമ്മമായി അവൾക്ക് തോന്നും. അതിനുള്ള ബുദ്ധിയും വിവേകവും അവൾക്കുണ്ട്. ലാലച്ചൻ തടയരുത്. എനിക്കിന്ന് അഞ്ജലിയെ കണ്ടേ പറ്റൂ. നിങ്ങളുടെ സംസാരത്തിന് ഒരുപാട് പരിമിതിയുണ്ട്. ഉദയൻ അവളോടെന്നാ പറഞ്ഞാലും അതിലൊരു ചതിയുടെ മണമുണ്ടാവും. എൻ്റെ നൊമ്പരം എന്നതാന്ന് ഞാൻ അവളോട് പറയാം. ഒരു കൂടപ്പിറപ്പിന് എന്നോണം സഹായിക്കാൻ ഞാൻ അപേക്ഷിച്ചോളാം. എന്നാലും ലാൽച്ചൻ കയറി ഇടപെടാതിരുന്നാൽ മതി. അയാൾ അതൃപ്തിയൊന്നും പ്രകടിപ്പിച്ചില്ലെങ്കിലും എതിർത്തൊന്നും പറഞ്ഞില്ല. സെലീനയുടെ ഇടപെടൽ ഉദയന് ആശ്വാസമായി. മതി, എനിക്കിത് വിട്ടതാ. അവൾ സമ്മതിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ലാൽച്ചന് പോകാൻ ധൃതിയുണ്ടെങ്കിൽ പോയിക്കോ. അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപേക്ഷയോടെ സെലീന ലാൽച്ചനെ നോക്കി. അതിൻ്റെ ആവശ്യമുണ്ടോ സെലീൻ? ഉണ്ട്. അവളുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ ചിന്തിക്കണ്ടേ? ലാലച്ചൻ പണത്തിന് മാത്രം മുൻഗണന നൽകുന്നു. ഇതിൻ്റെ പേരിൽ നാളെ അവൾക്കൊരു ഖേദവും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഉദയനും അവളോട് സ്നേഹത്തോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവൾ നമ്മോട് ചെയ്ത ഒരു ത്യാഗമായിട്ട് വേണം അവൾ അതിനെ കാണാൻ. മറിച്ചൊരു ചിന്ത അവളിൽ ഉണ്ടായിക്കൂടാ. ലാലച്ചൻ കനപ്പിച്ച് മൂളി. ഞാൻ അല്പം കഴിഞ്ഞ് ബംഗ്ലാവിലേക്ക് വരാം. ഉദയനും അവിടെ ഉണ്ടാവരുത്. ഞങ്ങൾ രണ്ടാളും മാത്രം മതി. ശരി മാഡം. സെലീന പുഞ്ചിരിച്ചു. ഞാൻ ചായ എടുക്കാം. സെലീന അകത്തേക്ക് നടന്നു. അഞ്ജലി ശബ്ദമുണ്ടാക്കാതെ സ്റ്റെയർ കേസ് ഇറങ്ങി താഴെ വന്നു. അവിടെ ഉദയനെ അവൾ കണ്ടില്ല. വാതിൽ പുറത്തുനിന്ന് ചാരിയ നിലയിലായിരുന്നു. വാതിൽ തുറന്ന് അവൾ മുറ്റത്തിറങ്ങി. ഷെഡിൽ കാറുണ്ടായിരുന്നില്ല. അയാൾ പുറത്തു പോയെന്ന് അവൾക്ക് മനസ്സിലായി. രാമേട്ടാ, അവൾ ഉറക്കെ വിളിച്ചു. അതിന് പ്രതികരണമുണ്ടായില്ല. ഇതൊരു തടവറ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇവിടേക്കുള്ള വഴി പോലും ആരോടും കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ തനിക്ക് കഴിയില്ല. നിസ്സഹായമായി അവൾ മുകളിലേക്ക് വന്നു. പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മണിയൂർ എന്ന ഗ്രാമവും സർഗാലയവും അവളുടെ മനസ്സിലേക്ക് വന്നു. എത്ര സമാധാനത്തോടെയാണ് താൻ ജീവിച്ചത്. താഴെ ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടു. കയറ്റം കയറി വന്നു. നിന്നത് ഒരു ഓട്ടോറിക്ഷയായിരുന്നു. അതിൽ നിന്ന് സീതാരാമൻ ഇറങ്ങുന്നത് അവൾ കണ്ടു. ഓട്ടോയിൽ നിന്ന് അയാൾ പച്ചക്കറികൾ ഇറക്കി വയ്ക്കാൻ തുടങ്ങുകയാണ്. അഞ്ജലി മുറിയിലേക്ക് ഓടി. ധൃതിയിൽ അവൾ മുടി ചീകി വെച്ചു. മൊബൈൽ ഫോണും പേഴ്സും സർട്ടിഫിക്കറ്റും അടങ്ങിയ ബാഗും എടുത്ത് അവൾ താഴേക്ക് ഓടി. താഴെ ഹാളിലെത്തിയപ്പോൾ സീതാരാമൻ തടയുമെന്ന ഭയം അവളിലുണ്ടായി. അയാളെ മറികടന്നു പോയാൽ ഉടൻ ഉദയൻ വിവരമറിയും. സെൽഫോൺ കാതിൽ ചേർത്ത് അവൾ വാതിൽ തുറന്നു. സീതാരാമൻ ഓട്ടോ ചാർജ് കൊടുക്കുകയാണ്. ശരി ഉദയേട്ടാ, ഇവിടുന്ന് ഒരു ഓട്ടോ വന്നിട്ടുണ്ട്. ഞാനതിൽ വന്നോളാം. സീതാരാമൻ അവളെ നോക്കി. അവൾ ധൃതിയിൽ അങ്ങോട്ട് നടന്നു. വേണ്ട, ഉദയൻ ഇങ്ങോട്ട് വരണ്ട. ഞാൻ ഈ ഓട്ടോയിൽ കയറി അങ്ങോട്ട് വരാം. ഉദയേട്ടൻ അവിടെ നിന്നാൽ മതി. അവൾ ഫോൺ ബാഗിലേക്ക് ഇട്ടിട്ട് അയാളെ നോക്കി ചിരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ലാലിച്ചൻ്റെ വീട്ടിലാ. ഉദയേട്ടൻ ഇങ്ങോട്ട് വണ്ടിയുമായി വരാമെന്ന് വിളിച്ചു പറഞ്ഞു. ഓട്ടോ വെറുതെ പോവുകയല്ലേ, ഞാനതിൽ ചെല്ലുമെന്ന് പറഞ്ഞു. അവൾ ഓട്ടോയിൽ കയറി. മോൾ അതുവരെ തനിച്ചു പോകണ്ട, ഞാനും കൂടെ വരാം. അതൊന്നും വേണ്ട, ഉദയേട്ടൻ താഴെയുണ്ട്, പോകാം, അവൾ ഓട്ടോക്കാരനോട് പറഞ്ഞു.
ഓട്ടോക്കാരൻ മുറ്റം വലം വെച്ച് വണ്ടി തിരിച്ചു. ഗേറ്റ് കടക്കുമ്പോൾ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതീതിയാണ് അഞ്ജലിക്കുണ്ടായത്. ഇനി അവിടെയുള്ളത് തൻ്റെ ഡ്രസ്സുകൾ മാത്രമാണ്. ഉങ്ങൾക്ക് എങ്ങ് പോകണം? കയറ്റമിറങ്ങിയപ്പോൾ തിരിഞ്ഞു നോക്കാതെ ഓട്ടോ ഡ്രൈവർ ചോദിച്ചു. കൂനൂര്. ഞാൻ അങ്ങ് പോകാതെ. വളരെ അത്യാവശ്യമായിട്ടാ. എത്രയാന്ന് പറഞ്ഞാൽ മതി, ഞാൻ പൈസ തരാം. അയാൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. ബാഗിൽ നിന്ന് സെൽഫോൺ എടുത്ത് അവൾ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. സീറ്റിൽ ചാരി അവൾ മറഞ്ഞിരുന്നു. ഉദയൻ്റെ വണ്ടി എതിരെ വരുന്നുണ്ടോ എന്ന് നെഞ്ചെടുപ്പോടെ പുറത്തേക്ക് നോക്കി. തേയിലത്തോട്ടങ്ങൾ പിന്നിട്ട് ഓട്ടോ ഓടിക്കൊണ്ടിരുന്നു. വണ്ടി പിന്നിലേക്ക് ഓടുന്നത് പോലെയാണ് അഞ്ജലിക്ക് തോന്നിയത്. മുറ്റത്ത് കുഴിഞ്ഞു വീണ ജക്കാരാൻ്റെയുടെ പൂവുകൾ കമ്പിൽ കോർത്ത ചൂലുകൊണ്ട് അടിച്ചു വരികയാണ് സീതാരാമൻ. സിമൻറ്റ് കെട്ടിലിരുന്ന മൊബൈൽ ഫോൺ ബില്ലടിച്ചപ്പോൾ ചൂലുമതിലിൽ ചാരി വെച്ചിട്ട് അയാൾ ചെന്ന് ഫോൺ എടുത്ത് നോക്കി. ഉദയൻ്റെ കോളാണെന്ന് അയാൾക്ക് മനസ്സിലായി. മാനേജർ സാർ. അഞ്ജലി താഴെ ഇറങ്ങി വന്നോ? കുട്ടി അങ്ങോട്ട് വന്നല്ലോ. എങ്ങോട്ട്? അയാളുടെ ഒച്ച കേട്ട് സീതാരാമൻ പകച്ചു. ലാലിച്ചൻ്റെ വീട്ടിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പച്ചക്കറി കൊണ്ടുവന്ന ഓട്ടോയിൽ അഞ്ജലി കയറിപ്പോയ കാര്യം അയാൾ പറഞ്ഞു. നശിപ്പിച്ചോടാ താൻ. അവളെവിടെ പോയാലും ഞാനെത്തുമ്പോൾ അവളവിടെ ഉണ്ടാകണം. അല്ലെങ്കിൽ തന്നോട് ചോദിക്കാൻ വരുന്നത് ലാലിച്ചനായിരിക്കും. ഇടിമുഴക്കം പോലെയാണ് സീതാരാമൻ്റെ കാതിൽ ഉദയൻ്റെ വാക്കുകൾ വീണത്. കടവുളെ, ഞാൻ എന്നെ പണ്ടത്. നിലവിളിച്ചുകൊണ്ട് സീതാരാമൻ ഗേറ്റിലേക്ക് ഓടി. നോവൽ തുടരും.